കമലയെ കാണാത്തതുകൊണ്ട് വൈജയന്തി കമലയുടെ റൂമിലെത്തി നോക്കുകയാണ്. ഫോൺ നോക്കിക്കൊണ്ടിരുന്ന കമല വൈജയന്തി വരുന്നത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ മാറ്റി വെച്ചിട്ട് ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ്. വൈജയന്തി അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, എന്താ കമലയുടെ സുഖമില്ലേ, എന്താ എണീക്കാത്തത്? അപ്പോൾ കമല പതുക്കെ എണീറ്റിരുന്നിട്ട് പറയുകയാണ്, ഒട്ടും വയ്യ വൈജയ്, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ, ഭയങ്കര നടുവേദന, പിന്നെ ദേഹം വേദനയും ഉണ്ട്, പനിക്കാണെന്നാണ് തോന്നുന്നത്, ഒട്ടും വയ്യ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എന്ത് ചെയ്യും? അതാണ് ഞാനും ആലോചിക്കുന്നത്. ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് അത് കഴിക്കാം. അപ്പോൾ അമ്മയുടെ കാര്യം എങ്ങനെയാണ്? അമ്മയ്ക്കത് കൊടുക്കാം. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ കാര്യമാണ് കഷ്ടം അല്ലേ വൈജയ്, ഒരു ദിവസം ഉപവസിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഗാന്ധിജി വരെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിന്ന് ഉപവസിക്കാം വൈജയ് എന്ന് പറഞ്ഞപ്പോൾ വൈജയ് പറഞ്ഞു, കമലെടുത്ത് ഉപവസിച്ചോ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വൈജയന്തി പുറത്തേക്ക് പോവുകയാണ്. പോയപ്പോൾ കമല പറയുന്നു, അങ്ങനെ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് അവൾ സൂഹിക്കണ്ട, മേലാണെങ്കിൽ ഒരു പണിയും എടുക്കാൻ വയ്യ. അപ്പോഴാണ് മനു അങ്ങോട്ട് വന്നത്. മനു ചോദിക്കാൻ, അമ്മയ്ക്ക് എന്ത് പറ്റി, സുഖമില്ലേ? എനിക്ക് വയ്യെങ്കിൽ ഇവിടെ അന്വേഷിക്കാൻ ആരുമില്ലല്ലോ, ഇപ്പം ഞാൻ അന്വേഷിച്ചില്ലേ എന്ന് മനു ചോദിച്ചു. അപ്പോൾ കമല പറയുന്നു, ഒട്ടും വയ്യ, ഇന്നലെ മുതലേ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ മനു പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ഇതൊരു സമരമായിട്ടാണ് തോന്നുന്നത്, വൈജയ് ആൻറ്റിയോടുള്ള സമരം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് നീ ഇന്ന് തിന്ന് സൂഹിക്കണ്ട എന്നുള്ള ഭാവം. ആണോ, നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് കമല ചോദിച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് കമല പറയുകയാണ്. ഇപ്പോൾ വൈജയ് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഒരു ദിവസം കമല അടുത്തേക്ക് സുഖമില്ല, നീ വിഷമിക്കേണ്ട കമലേ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സഹായിക്കുകയല്ലേ ചെയ്യേണ്ടത്, അവൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ മനു പറയുകയാണ്, ജയന്തിക്ക് മനസ്സിലായി കാണും ഇത് അമ്മയുടെ അടവാണെന്ന്, ഞാൻ എന്തായാലും പുറത്ത് പോയി ബിരിയാണി വാങ്ങി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കമല പറഞ്ഞു, മോനെ എനിക്കും കൂടി ഒന്ന് വാങ്ങിക്കൊണ്ട് വാടാന്ന് പറഞ്ഞു. മനു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. ബാലചന്ദ്ര മേനോൻ യാത്ര പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുകയാണ്. മക്കളെല്ലാവരും കൂടി പുറകെ വരുന്നുണ്ട്. അച്ഛ എല്ലാ സാധനങ്ങളും എടുത്തോ എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. എന്നിട്ട് രോഹിത്ത് ബാലചന്ദ്ര മേനോൻ്റെ പെട്ടിയെടുത്ത് വണ്ടിയിൽ കൊണ്ടുവച്ചു. അലീനയോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഞാനോ വൈജയോ ഇല്ലാതെ ഇവരെ അറിയാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വിടുന്നത്, നിന്നോട് ഞാൻ നന്നായി നോക്കിക്കൊള്ളണം എന്നൊന്നും പറയുന്നില്ല, എന്നാലും സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അച്ഛൻ ഒന്നും പേടിക്കണ്ട, എല്ലാവരും ഞാൻ നന്നായി നോക്കിക്കൊള്ളാം, അച്ഛൻ പോകുന്ന കാര്യം നന്നായി ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അലീന യാത്രയാക്കുകയാണ്. എല്ലാവരെയും ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിട്ട് ബാലചന്ദ്ര മേനോൻ കാൽ കയറി പോകുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി കഴിക്കാനിരിക്കുകയാണ്. അലീന പറഞ്ഞു, എല്ലാവരും പെട്ടെന്ന് കഴിക്കണം, നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടാം, പെട്ടെന്ന് എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത്ത് പറയുകയാണ്, ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ, എനിക്ക് അവരെ ഒന്ന് അഭിമുഖീകരിക്കാനൊന്നും വയ്യ, അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അലീന അവനെ നിർബന്ധിക്കുകയാണ്, നീ വന്നാലേ പറ്റുള്ളൂ, നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും പോകില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ രോഹിത്തും പോകാൻ റെഡിയായി. അലീന ഗ്രേസമ്മ ആൻറ്റിയുടെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആൻറ്റി, ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരികയാണ്, ആൻറ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, അവർക്ക് നല്ല സന്തോഷമായി, എല്ലാവരും കൂടി വന്നോളൂ, ഞാൻ മാത്രമല്ല, എൻ്റെ 2 അനിയത്തിമാരും രോഹിത്തും ഉണ്ട്, അതിനെന്താ, എല്ലാവരും കൂടി വരുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. അലീന പറഞ്ഞു, ഞങ്ങൾ 2 ദിവസം അവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ, അതിനെന്താ, നിങ്ങൾ വരൂ, അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. എന്നിട്ട് മാമച്ചായനോട് പറയുകയാണ്, അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്, 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്, നമുക്ക് രേവതിക്കുട്ടിയോട് ചോദിക്കാം എന്തൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി രേവതിക്കുട്ടിയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. കൃഷ്ണയും ബബിതയും ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്. എത്ര ദിവസത്തെ ഡ്രസ്സ് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു, ഒരു 3 ദിവസത്തേതേ എടുത്തോളൂ, ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വന്നാലോ, എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോരണം, അച്ഛൻ മടങ്ങിയെത്തുന്ന മുമ്പ് നമുക്കിന്ന് തിരിച്ചെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ റെഡിയാവുകയാണ്. അടുത്ത് കാണിക്കുന്നത് ബാലചന്ദ്ര മേനോനെയാണ്. ഗോവർദ്ധനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ബാലേട്ട, അലീന ഇവിടെ നിന്ന് പോയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമോ എന്ന് ഗോവർദ്ധനൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുകയാണ്, അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്, പക്ഷേ യഥാർത്ഥ പ്രശ്നം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, അതിനെ തടഞ്ഞു നിർത്താൻ പിന്നെ ആർക്കും സാധിക്കില്ല. എൻ്റെ വീട്ടിൽ ഒരു വലിയ കുടമുണ്ട്, അതിനകത്ത് ഒരു ഭയങ്കരമായ ഭൂതത്താനെ അടച്ചു വച്ചേക്കുകയാണ്, അലീനയാണ് അതിൻ്റെ അടപ്പ്, ആ അടപ്പ് പോയാൽ പിന്നെ എന്ത് സംഭവിക്കും? ആ ഭൂതം വെളിയിൽ ചാടും, പിന്നെ അതിനെ പിടിച്ചു കെട്ടാൻ ആർക്കും സാധിക്കില്ല, അത് എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കും. ബാലചന്ദ്ര മേനോൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്.